അതിരാവിലെ വീണ്ടും ഞങ്ങൾ സൈക്കിളുമായി ഇറങ്ങി. ഇപ്രാവശ്യം സൽമാനായിരുന്നു സൈക്കിൾ ഓടിച്ചുകൊണ്ടിരുന്നത്. വളരെ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. തൊട്ടുപുറകിലായി ഷിജിലേഷും ഫഹദും ഉണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ സമയം 7 മണിയാണ്. പിന്നീട് ഞങ്ങൾ ചായ കുടിക്കാനായി ഒരു ഹോട്ടൽ തപ്പി നടന്നു. ഹോട്ടലിൽ കയറി ചായ കുടിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ഈ കാണുന്ന പാലത്തിൽ ഒത്തുകൂടി. ആ കാണുന്നതാണ് ഇവിടുത്തെ ക്ലോക്ക് ടവർ. ഈ ടവറിൽ നിന്ന് നോക്കിയാൽ ലക്ഷദ്വീപ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയും. ലക്ഷദ്വീപിൽ വരുന്ന കപ്പലുകൾക്ക് സിഗ്നൽ കൊടുക്കുകയാണ് ആ ടവറിൻ്റെ ലക്ഷ്യം. ഇവിടെ നിന്നും കടൽ വളരെ മനോഹരമായി കാണാമായിരുന്നു. ഇളം നീല കളറിൽ കടൽ തുളുമ്പി വരുന്നത് മറ്റു എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് നോക്കിയാൽ കാണാം. ഞങ്ങൾ അടുത്ത ലക്ഷ്യം വെക്കുന്നത് കടലിൻ അടിയിൽ പോകുവാനാണ്. കടലിൻ അടിയിൽ പോകുവാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിനായി ഞങ്ങൾ സൈക്കിളിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എവിടെ കടൽ അടിയിൽ സ്കൂബ ഡൈവിംഗ് നടത്താം എന്നതിനെക്കുറിച്ചായി അടുത്ത അന്വേഷണം. അതിലേക്കാണ് ഇപ്പോൾ നമ്മുടെ യാത്ര. കടൽ ഒപ്പം തന്നെ വരുന്ന പോലെയുള്ള ഫീലിംഗാണ് നമ്മുടെ ഓരോ യാത്രയിലും ഉണ്ടായിരുന്നത്. എല്ലാവരും വളരെയധികം ആവേശത്തിലാണ്. സ്കൂബ ഡൈവിങ്ങിൽ എവിടെ കിട്ടുമെന്നന്വേഷിച്ചായി പിന്നീടുള്ള യാത്ര. അതിനായി എല്ലാവരും സൈക്കിളിൽ അത് അന്വേഷണത്തിനായി ഓരോ സ്ഥലവും കയറിയിറങ്ങി. അവസാനം ഞങ്ങളുടെ കൂടെ കുഞ്ഞു മുഹമ്മദ് ക വന്നു. അദ്ദേഹം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനോട് കൂടെ ഷിജിലേഷ് ബൈക്കിലും ഞങ്ങളിൽ സൈക്കിളിലും യാത്ര തിരിച്ചു. ആദ്യം പോയ സ്ഥലത്ത് ഞങ്ങൾക്ക് വേണ്ട വിധം പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഇന്ന് നടക്കില്ല എന്ന വിചാരണത്തോടെ കടലിലേക്ക് കുളിക്കാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. കടൽ ഒരു ലൈറ്റ് ഗ്രീൻ നിറത്തിൽ കാണപ്പെട്ടു. ഇത് കടലിലേക്കുള്ള ഒരു പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയ പാലമാണ്. ഇതിൽ നടക്കുന്നത് നല്ല ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ചെറിയൊരു ഓളം തുള്ളലോടുകൂടി നമുക്ക് ഇതിൽ സിമ്പിളായി നടക്കാൻ കഴിയുന്നു. കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നു. ഇന്ന് എങ്ങനെയെങ്കിലും സ്കൂബ ഡൈവിംഗ് നടത്തണം എന്നായി പിന്നീടുള്ള ചിന്ത. കുഞ്ഞു മുഹമ്മദ് ക തൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് അതിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പ്രിപ്പറേഷൻ നടത്തി തുടങ്ങി. കടലിലേക്ക് ഇറങ്ങാനായി പിന്നീടുള്ള തീരുമാനം. സ്കൂബ ഡൈവിങ്ങിനുള്ള ആളുകൾ അതിനുള്ള സജ്ജീകരണവുമായി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞു. ഞങ്ങൾ അതിനായി ലൊക്കേഷൻസ്, എവിടെ ഇറങ്ങണം എന്നതിനുള്ള ലൊക്കേഷൻസ് തിരഞ്ഞ് നടക്കുകയായി. കുഞ്ഞു മുഹമ്മദ് കായുടെ നേതൃത്വത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളും ഉണ്ടായിരുന്നു. ഇന്ന് എങ്ങനെയെങ്കിലും സ്കൂബ ഡൈവിംഗ് നടത്തണം എന്നാണ് എല്ലാവരുടെയും ചിന്ത. ഞങ്ങൾ ഒരു ചെറിയ റിസോർട്ടിലേക്കാണ് ഇപ്പോൾ കയറി പോകുന്നത്. ഇത് അവിടുത്തെ ഒരു ഗവൺമെൻറ് റിസോർട്ടാണ്. ഇവിടെ ആദ്യം ഞങ്ങൾ സ്കൂബ ഡൈവിങ്ങിനുള്ള ക്യാഷ് എത്ര വരും എന്ന് അന്വേഷിച്ചു. ഇവർ പറഞ്ഞത് ഏകദേശം 3500-3000 റേഞ്ചിലായിരുന്നു. ഞങ്ങളെക്കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ മറ്റൊരു ഇടത്തേക്ക് പോകുകയാണ്. അതിനു മുമ്പ് ഈ സ്ഥലമെല്ലാം ഒന്ന് വാച്ച് ചെയ്തു. വളരെയധികം മനോഹരമായിരുന്നു. പിന്നീട് കുഞ്ഞുമോയ്ക്ക തന്നെ പറഞ്ഞു, വളരെ ചീപ്പിൽ ചെയ്യുന്ന സ്ഥലമുണ്ട്, വളരെ മനോഹരമായി നമുക്ക് കടൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി. അവർ ഞങ്ങളെ കടലിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ആദ്യത്തെ ടൈമിൽ ട്രെയിനിങ് ആണ് തരുന്നത്. ഏകദേശം 1 മണിക്കൂർ കടൽ വെള്ളത്തിൽ ട്രെയിനിങ്. മുങ്ങിയും താന്നും പല രീതിയിലുള്ള ട്രെയിനിങ് ഞങ്ങൾ നടത്തി. ഈ ട്രെയിനിങ് ഞങ്ങൾക്ക് വളരെയധികം അത്ഭുതകരമായിരുന്നു. കാരണം സാധാരണ കടലിൽ കുളിക്കുമ്പോൾ ഉപ്പിൻ്റെ ഒരു അംശം നമുക്ക് എപ്പോഴും അനുഭവപ്പെടും. ഇതിൽ കാര്യമായി ഉപ്പിൻ്റെ അംശം അനുഭവപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ക്ഷീണമോ വെള്ളത്തിൻ്റെ ഗാഢതയോ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. സാധാ ഒരു കുളത്തിൽ കുളിക്കുന്ന ഫീല് മാത്രമാണ് കടലിൽ ഉണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അതിൻ്റെ ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാനായി പിന്നീടുള്ള തിടക്കം.
അതിൻ്റെ ട്രയൽ ഏകദേശം ഒരു അരമണിക്കൂർ കൂടി നീണ്ടു നിന്നു. ഫൈനലി ഞങ്ങളെ ഒരു ബോട്ടിൽ അപ്പുറത്തെത്തിക്കാനായി ഏകദേശം കരയിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയിട്ടാണ് ഞങ്ങൾക്ക് സ്കൂബ ഡൈവിംഗ് നടത്താനുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കടലിൻ്റെ ഉള്ളിലേക്ക്. എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒരു ലോകമാണ് കടലിൻ്റെ ഉൾവശം എന്നുള്ളത്. കണ്ണിൽ കാണുന്ന ഈ ഒരു ഫീൽ അല്ല കടലിൽ ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതൊരു മറ്റൊരു ലോകമായിരുന്നു. എവിടെ നോക്കിയാലും മത്സ്യങ്ങളും, എവിടെ നോക്കിയാലും അത്ഭുതത്തോടെ നിൽക്കുന്ന ഓരോരോ ജീവികളും. കണ്ടാൽ പാറയാണ് എന്ന് തോന്നുമെങ്കിലും അതെല്ലാം ജീവനുള്ളവയായിരുന്നു എന്ന് അടുത്ത് ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ജസ്റ്റ് കൈകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിച്ചാൽ അത് ഇളകുന്നതായി നമുക്ക് കാണാം. ആ ഒരു ജീവി ഉള്ളോട്ട് വലിയുന്നതും അതുപോലെ മുമ്പോട്ട് വരുന്നതും ഞങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഓരോരുത്തരായിട്ട് കടലിലേക്ക് ചാടി ട്രെയിനറുടെ സഹായത്തോടെ ഓരോ സംഭവങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. ചന്ദ്രനിൽ ഇറങ്ങുന്ന പോലെയാണ് ഫഹദിനെ അവിടേക്ക് ഇറക്കിയത്. മീനുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഈ സ്പ്രെഡ് ചെയ്യുന്നത്. മീനുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇട്ടുകൊടുക്കുന്നതോടുകൂടി മീനുകൾ കൂട്ടം കൂട്ടമായി വന്നു തുടങ്ങി. പല കളറിൽ പല ഐറ്റത്തിലുള്ള ഫിഷുകൾ. പല ജീവികളെയും നമുക്ക് കടലിൽ കാണാൻ കഴിഞ്ഞു. ആമ, കടൽ പാമ്പ് പോലെയുള്ള ജീവികൾ. സീ ആനിമോണാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതും ഒരു ജീവിയാണ്. പുല്ല് പോലെ കാണുമെങ്കിലും ഇതും ഒരു ജീവിയാണ്. പല മത്സ്യങ്ങളും അതിൻ്റെ പൊത്തിലേക്ക് മാറുന്നത് കറക്റ്റായി നമുക്ക് കാണാമായിരുന്നു. അത്ഭുതകരമായ ഒരു ലോകമാണ് കടലിനടിയിൽ എന്ന് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാം തെളിഞ്ഞ് നമുക്ക് വ്യക്തമായി കാണാമായിരുന്നു. പല കളറിലും പല നിറത്തിലുമില്ല മീനുകൾ നമ്മുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാഞ്ഞു മറയുന്നുണ്ടായിരുന്നു. പല പല സിമ്പലുകളാണ് കടലിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ ഓരോ സിമ്പലുകൾ കാണിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കണ്ടാൽ പുലി പോലെ ഇരിക്കുമെങ്കിലും കടലിലെ മറ്റൊരു ജീവിയാണ് ഈ കാണുന്നത്. പേരെന്താണെന്ന് ആർക്കും തന്നെ അറിയില്ല. ഇങ്ങനെയുള്ള പല പല ജീവികളെയാണ് ഞങ്ങൾക്ക് കടലിൽ കാണാൻ കഴിഞ്ഞത്. വല്ലാതെ അങ്ങ് അടുത്ത് പോകാൻ ആർക്കും തന്നെ ധൈര്യം ഉണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശ്വാസം കിട്ടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രെയിനർ നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കൈകൊണ്ടുള്ള സിമ്പലാണ് അവർ നമ്മൾ ഓക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ചെറിയൊരു ലൈറ്റ് കത്തുന്ന രീതിയിലുള്ള ഒരു ഇനം മീനുകളെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു മീനാണ്. ഇവ കൂട്ടം കൂട്ടമായിട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെയധികം മനോഹരമായ ഈ മീനുകളെ കാണാൻ എല്ലാവരും വളരെ അതിശയത്തിൽ നോക്കി നിന്നു. കടലിൻ്റെ പല ഭാഗങ്ങളിലായി ആളുകൾ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. പല സൈഡിൽ നിന്നും നമുക്ക് പല ആളുകളെയും ഇതുപോലെ കാണാം. ഓരോരുത്തരെ ഷൂട്ട് ചെയ്യാനായി ഓരോ ട്രെയിനർ ഉണ്ടായിരുന്നു. കടലിനടിയിൽ വളരെ വ്യക്തമായി ഓരോ മൺതരിയും നമുക്ക് വ്യക്തമായി കാണാമായിരുന്നു. ഈ ഒരു ഫിൽട്ടർ ഗ്ലാസ് ഇട്ടതോടുകൂടി നമ്മുടെ ക്ലാരിറ്റി കംപ്ലീറ്റ് ക്യാമറയിൽ നഷ്ടപ്പെട്ടെങ്കിലും ആ കണ്ട അനുഭവം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഞങ്ങളിൽ പല ആളുകൾക്കും ഈ ഒരു ഫിൽട്ടർ ഇട്ട പ്രശ്നം കൊണ്ട് വീഡിയോയുടെ ക്വാളിറ്റി ലേശം കുറവായി തോന്നി. എങ്കിലും ഞങ്ങൾക്ക് കണ്ണിൽ കണ്ടത് അതിമനോഹരമായിരുന്നു. സീ ആനിമോണാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതൊരു പ്രത്യേക ഏരിയയാണ്. ഇതിൽ പല വിധത്തിലുള്ള ജീവികളും ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ട്രെയിനർമാർ നമ്മുടെ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്നത്.
ചിജിലിൻ്റെ കൂടെ ഒരുപാട് പല നിറത്തിലുള്ള മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. ട്രെയിനർ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് അവനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കടലിനടിയിൽ എന്തെല്ലാം ഉണ്ട്, അതുപോലെ കടലിൽ പുറത്ത് എന്തെല്ലാം ചെയ്യണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ട്രെയിനിങ്. മീനുകൾ വന്ന് ക്യാമറയിൽ കൊത്തുന്നത് നിങ്ങൾക്ക് കാണാം. കൂട്ടമായി സഞ്ചരിക്കുന്ന പല ഇനത്തിലുള്ള മീനുകൾ എല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തി. ദൂരെ നിന്ന് പല ആളുകളും ട്രെയിനർമാർ മുഖേന പോകുന്നതായും നമുക്ക് കാണാം. ഒരു അത്ഭുതങ്ങൾ നിറഞ്ഞ ലോകമാണ് കടലിൻ അടി എന്നുള്ളത് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമായി. വളരെയധികം മനോഹരമായ, വർണ്ണിക്കാൻ പറ്റാത്ത പല നിറത്തിലുള്ള മീനുകളെയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ജീവികളെയും കടലിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഈ കാണുന്ന പവിഴപ്പുറ്റുകളിൽ ഒരുപാട് ഇനം മറ്റു ജീവികൾ തന്നെ ഇതിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇവയെല്ലാം സഞ്ചരിക്കുന്നത് കൂട്ടമായതുകൊണ്ട് തന്നെ കാണാൻ വളരെയധികം മനോഹരമാണ്. ഓരോ കാറ്റഗറി ആയിട്ടാണ് ഓരോ മീനുകളും സഞ്ചരിക്കുന്നത്. ഇത് എൻ്റെ കൂടെ വന്ന ട്രെയിനറായിരുന്നു. ഇദ്ദേഹം ഞങ്ങളെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മത്സ്യങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് അവിടെ സ്പ്രെഡ് ചെയ്ത് അവിടെ ഇട്ടേച്ചു പോകുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അദ്ദേഹം അത് വിതറുമ്പോൾ മീനുകൾ കൂട്ടമായി വരുന്നത് കാണാം. ഇതിനുശേഷം ഞങ്ങൾ മെല്ലെ മുകളിലേക്ക് ഉയർന്നു. അപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ പല ആളുകളും വീണ്ടും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു. എന്തായാലും വലിയൊരു ലോകമാണ് കടലിനടി എന്നുള്ളത്. നിങ്ങൾ തീർച്ചയായും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഓരോ ആളുകളും. ഇതെല്ലാം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. തീർച്ചയായും നിങ്ങൾ കാണണം, ഓരോരുത്തരും പോയി അനുഭവിക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.